നമസ്കാരം സുഹൃത്തുക്കൾ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഫുട്ബോളിനെ പറ്റിയാണ്. ലോക ഫുട്ബോൾ മാമാങ്കം അമേരിക്കയിൽ നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള ഒരുപാട് ഫുട്ബോൾ ആരാധകർ അമേരിക്കയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ ഫുട്ബോളിന് മുമ്പ്, ഈ ഒരു ഫുട്ബോൾ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ലോകമെങ്ങും പടർന്നിരുന്ന ഒരു നെഗറ്റീവ് പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞിരുന്നത്, അമേരിക്കയിലേക്ക് ആരും പോകരുത്, ലോക ഫുട്ബോളിന് പോയാൽ നിങ്ങളെ പോലീസ് പിടിക്കും, ഐസ് പിടിക്കും, ഹരാസ് ചെയ്യും, അവിടെയുള്ള അമേരിക്കൻസ് നിങ്ങൾ തുറിച്ചു നോക്കും, നിങ്ങളെ ഒരുപക്ഷെ ആക്രമിക്കും, വെടികൊള്ളും എന്നൊക്കെയാണ് ലോകമുള്ള പല മാധ്യമങ്ങളും ഈ ഫുട്ബോൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു വരുത്തിയിരുന്നു. നിങ്ങൾക്ക് വിസ കിട്ടില്ല എന്ന് പോലും പറഞ്ഞു വരുത്തി. ഇന്ന് ഒന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ ലോകം മുഴുവൻ അമേരിക്കയെ കൈയടിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അവർ കേട്ട ഒരമേരിക്കയല്ല ഇതുവരെ വന്നപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് 10-20 വർഷമായി അമേരിക്കയെ പറ്റി ഞങ്ങളെല്ലാം കേട്ടതും കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങളാണെന്ന് ഫുട്ബോൾ ആരാധകർ പറയുകയാണ്. പക്ഷെ ഇവിടെ നേരിട്ട് വന്നപ്പോൾ കണ്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു അമേരിക്കയെ പറ്റിയാണ് ഫുട്ബോൾ ആരാധകർ കാണുന്നത്. അത് അമേരിക്കൻ യൂറോപ്യൻസ് ആയാലും ഏഷ്യക്കാരായാലും, അതായത് അമേരിക്കക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത് കണ്ണിൽ നോക്കി സംസാരിക്കും. നിങ്ങൾക്ക് വഴി തെറ്റിയാൽ അവർ വഴി പറഞ്ഞു തരും. ഒരു പക്ഷേ നിങ്ങളെ കൂടെ വന്ന് കൊണ്ടുവിടും. അതാണ് അമേരിക്കൻസ്. പക്ഷെ ലോകമുള്ള ഒരുപക്ഷെ മാധ്യമ സിംഹങ്ങൾ, നമ്മുടെ നാട്ടിൽ പോലുള്ള ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള മാധ്യമ സിംഹങ്ങൾ എന്താണ് പറയുന്നത്? അമേരിക്ക ഒരു നെറികെട്ട രാജ്യമാണ്, അവിടെ പോകാൻ പാടില്ല, ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയാണ്, ഒരു വക നെഗറ്റീവ് പ്രൊപ്പഗണ്ട. നിങ്ങൾക്കൊരു രാജ്യത്തെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ പോകണം. എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല, എന്നാൽ പോലും ഇതുപോലെ നിങ്ങൾക്ക് ആ രാജ്യത്തെ പറ്റി ഒന്നും അറിയാൻ താല്പര്യമില്ല, വെറുക്കണമെങ്കിൽ ഇതുപോലുള്ള ബൂർഷ മാധ്യമങ്ങളെ, ഇതുപോലെ ക്യാപിറ്റലിസ്റ്റ് മാധ്യമങ്ങളെ കാണണം. കാരണം രാവിലെ മുതൽ അടിച്ചു പരത്തുകയാണ്. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ചെയ്യും, ഇത് ചെയ്യും. വന്നു കാണുമ്പോൾ സുഖസുന്ദരമായ നല്ല സൗഹൃദപരമായ പെരുമാറ്റം. ഞാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സിറ്റിസൺ ആയാലാണ് ഏറ്റവും വലിയ ലോട്ടറി എന്നൊരു പക്ഷെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഏറ്റവും ഭാഗ്യപ്പെട്ടവനാണ്. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല അനുഭവങ്ങൾ, ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങളുള്ള ഒരേ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇവിടെ എന്തും ആർക്കും അഫോർഡബിലിറ്റി, ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് തിങ്. അതായത് തൊട്ട അയൽ രാജ്യമായിട്ടുള്ള കാനഡയിൽ ഞാനും പോകാറുണ്ട്. നമ്മുടെ വിക്ടർ ബ്രോയായിട്ട് പോകാറുള്ളപ്പോൾ ഞങ്ങളുടെ ഓടിപ്പോരാണ് പതിവ്. കാരണം അത്രയും മേഘ എന്ന് പറയുന്നത് വിലക്കയറ്റം കൊണ്ട് ഇവിടുന്ന് വാങ്ങുന്ന പല സാധനങ്ങളും അവിടുന്ന് ഈ കാനഡയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്ന പല സാധനവും, എന്നിട്ട് പോലും ഇവിടത്തേക്കാൾ ഡബിൾ ഇരട്ടി വിലയാണ്. അതായത് ജീവിത സൗകര്യങ്ങൾ, അതായത് നമ്മൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് സുഖസൗകര്യമായ ജീവിതമാണ് അമേരിക്ക ഓഫർ ചെയ്യുന്നത്. ഇത് വന്ന് കണ്ടപ്പോൾ യൂറോപ്യന്മാരുടെ കണ്ണ് തള്ളിപ്പോയി. ഇതുവരെയുള്ള യൂറോപ്യൻ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തിയിരുന്നത് അമേരിക്ക എന്ന് പറയുന്നത് ഭീകര രാഷ്ട്രമാണ്, അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന പലരും, ലോകകപ്പ് ആയതുകൊണ്ട് മാത്രമാണ് പലരും വന്നു കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം കണ്ടപ്പോൾ ഇത് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് ഈ 70കളിലും 80കളിലും അമേരിക്കയിലേക്ക് കൊടിയേറിയ കുറേ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും മലയാള മനോരമയിലെ പല എഡിറ്റർമാരും ദീപിക എഡിറ്റർമാരും പറഞ്ഞു വിടുകയാണ്. അതെന്താ പറയുന്നത്? അമേരിക്ക, ഇന്ത്യ നശിച്ചു, ഇന്ത്യ ഒരു വല്ലാത്ത വർഗീയ രാജ്യമാണ്. ഇവരെന്താ ആകെ ഇന്ത്യയിലെവിടെ പോകുന്നത്? കേരളം മാത്രം. ഇവിടുന്ന് JFK എന്ന് പോയാൽ നേരെ കൊച്ചി പോയി ഇറങ്ങും, 2 മാസം കൊച്ചിയിൽ കറങ്ങും. ഇന്ത്യ എന്താണെന്നറിയാത്ത കുറെ അച്ചായന്മാർ ഇവിടുന്ന് ഇങ്ങനെ എഴുതി വിടുകയാണ് ഇന്ത്യ വർഗീയ രാജ്യമാണ്. നിങ്ങൾക്ക് ഇന്ത്യയെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ അവിടെ സഞ്ചരിക്കണം. കേരളത്തിലല്ല സഞ്ചരിക്കേണ്ടത്, ബാംഗ്ലൂരും ഉത്തർപ്രദേശിലും ജയ്പൂരും അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലും അതോടൊപ്പം തന്നെ ചണ്ഡീഗഡിലും ഗൂർഗാവിലും പോലുള്ള പ്രദേശങ്ങളിൽ പോയി ഇന്ത്യയിൽ നടക്കുന്ന ഡെവലപ്മെന്റിനെ പറ്റി കാണണം. അവിടെ ഇറങ്ങി നടക്കണം. ശരിയാണ്, ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്, 1.3 ബില്യനാണ്. ചിലപ്പം അഴുക്കൊക്കെ ഉണ്ടാവും. വളർന്നു വരുന്ന രാജ്യമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വർഗീയതയല്ല ഇന്ത്യയിൽ മധുരന്ന് ഫാസിസ്റ്റ് കൺട്രി, വർഗീയത മാത്രമുള്ള കൺട്രി എന്നങ്ങനെ പലരും അച്ചായന്മാരൊക്കെ അടിച്ചു വിടുന്നുണ്ട്. ഇപ്പം നമുക്കറിയാവുന്ന കേസാണ്. അപ്പം അതായത് രാജ്യത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർ, നിങ്ങൾക്കൊരു രാജ്യത്തെ പറ്റി അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള കപട ന്യൂസുകൾ, കപട വാർത്തകൾ കാണാതിരിക്കുക, അതിലൊന്നും വിശ്വസിക്കാതിരിക്കും. നിങ്ങളവിടെ പോകാൻ പറ്റുമെങ്കിൽ പോയാൽ
മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ ആ രാജ്യത്തിൻ്റെ പൈതൃകം എന്താണെന്നും അവിടെ ജനങ്ങളുടെ മനോഭാവം എന്താ. ഈ ഒരു വേൾഡ് കപ്പ് ലോകകപ്പിന് കാണിച്ചു കൊടുക്കുന്നത് അമേരിക്കയുടെ ആതിഥേയത്വമാണ്. അതായത് ചിരിച്ചുകൊണ്ട് ആരെയും വരവേൽക്കുന്ന ഈ രാജ്യം. ഞാനൊരു 8-9 വർഷം അമേരിക്കയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഒരു ദുരനുഭവം പോലും, ചെറിയ 1-2 ദുരനുഭവം ഉണ്ടായാൽ പോലും പറയത്തക്ക ഒരു ദുരനുഭവം പോലും എനിക്ക് ഈ രാജ്യത്ത് നിന്ന് ഒരാളുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല. സൗഹൃദപരമായ രാജ്യം, എല്ലാവരും ചിരിക്കുന്ന, എവിടെ പോയാലും നമ്മളെ കൈ സ്വീകരിക്കുന്ന, കുറച്ച് നമ്മുടെ ദേശങ്ങൾ മാത്രമാണ് ഈ പ്രശ്നക്കാരുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ എല്ലാം സൗഹൃദപരമായ രാജ്യമാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. അതായത് കിട്ടുന്ന പൈസയ്ക്ക്, അതായത് തുച്ഛമായ ശമ്പളമായാൽ പോലും അവന് ഈ രാജ്യം ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് അവന് കിട്ടുന്ന ശമ്പളം എന്തും ആയിക്കോട്ടെ, പക്ഷേ ഒരു മിനിമം അടിസ്ഥാന സൗകര്യം, സുഖം അവന് ഈ രാജ്യം ഓഫർ ചെയ്യുന്നു. അതാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. അതായത് ഇല്ലാത്തവനെയും ഉള്ളവനും മാത്രമല്ല, രാജ്യസ്നേഹികളാണ് ഈ രാജ്യം മുഴുവൻ. 250ാമത്തെ വർഷം ആഘോഷിക്കാൻ പോവുകയാണ് ജൂലൈ 4 അമേരിക്ക ഉണ്ടായതിനു ശേഷം. അതിഗംഭീരമായ ആഘോഷം. ഈ പറഞ്ഞ ഫുട്ബോൾ ആരാധകരെല്ലാം മറന്ന് ആഘോഷിക്കാൻ പോവുകയാണ് ജൂലൈ 4 അമേരിക്കയുടെ ജന്മദിനം, 250ാം ജന്മദിനം വരാൻ പോവുകയാണ്. അതുകൂടി കാണുമ്പോൾ യൂറോപ്യനിലെ മറ്റേ മാപ്രകളൊക്കെ തല ചത്തുപോകും. കാരണം ഇനി ഇത് പറയാൻ സാധിക്കില്ല അമേരിക്ക ഇതൊരു ഫാസിസ്റ്റ് കൺട്രിയാണ്, ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്, അല്ലെങ്കിൽ അടിമ കൺട്രിയാണ്, ഒരിക്കലും പറയാൻ സാധിക്കില്ല. എല്ലാവരെയും, അതായത് ഇത് യൂറോപ്പിൽ സംഭവിക്കില്ല, വിശ്വസിക്കൂ, അമേരിക്കയിൽ മാത്രമേ ഇത് സംഭവിക്കൂ എന്ന് ഉറപ്പിച്ചു പറയുന്നു.